ശ്രീമദ് ഭാഗവതം ക്ലാസ് 307. നമ്മളിന്ന് നോക്കുന്നത് 11-ാമത്തെ സ്കന്ധത്തിലെ 15-ാമത്തെ അധ്യായമാണ്. അത് 18 വിദ്യ സിദ്ധികളാണ്. പൊതുവെ നമ്മൾ പറയാറുണ്ട് യോഗാഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലോ സിദ്ധി ലഭിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ശരിയായ വിവരണമാണ് ഇവിടെ നൽകുന്നത്. അപ്പം നമുക്ക് നേരിട്ട് അതിലേക്ക് കടക്കാം. ശ്രീകൃഷ്ണൻ പറയുകയാണ്, ജിതേന്ദ്രിയനായ പ്രാണവായുവിനെ ജയിച്ച്, അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് എല്ലാ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് പ്രാണവായുവിനെ ബ്രീത്തിങ് എക്സസൈസ് എല്ലാം ചെയ്ത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനെ എന്നിൽ അർപ്പിക്കുക. അപ്പം ബ്രീത്തിങ് എക്സസൈസ് എല്ലാം ചെയ്തിട്ട് അതിൻ്റെ ശേഷം എന്ത് വേണം? മനസ്സിനെ എന്നിൽ അർപ്പിക്കണം. അപ്പോൾ ആ യോഗിക്ക് അണിമ മുതലായ സിദ്ധികൾ കൈവരുന്നു. അപ്പോൾ അണിമ മാത്രമല്ല, വേറെ ചില സിദ്ധികളുമെല്ലാം ഉണ്ട്. അങ്ങനെയാണ് ഈ 18 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉദ്ധവര് 2 ചോദിക്കുകയാണ്, അങ്ങനെ ലഭിക്കുന്ന സിദ്ധിയുടെ പേരെന്താണ്? അവയുടെ പേര് പറയുക. ഏത് വിധമായ സിദ്ധിയാണ് ലഭിക്കുന്നത്, അത് എത്ര വിധമുണ്ട്, എന്നിവയെല്ലാം വിശദമായിട്ട് ഉപദേശിച്ച് തന്നാൽ. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ആ സിദ്ധികൾ 18 പ്രകാരമാണുള്ളത്. അതിൽ 8 അണിമാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് എന്നെ ആശ്രയിച്ചതാണ്, ഞാനുമായി ബന്ധപ്പെട്ടതാണ് ഈ 8. അതായത് ആ ബ്രഹ്മം ഇലയ പരമാത്മാവ് 8 സിദ്ധികളിലൂടെ ലോകത്തിൽ മുഴുവൻ ഈ ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട 8 അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ്. ആ സിദ്ധികളെല്ലാം അദ്ദേഹത്തിനുള്ളതാണ്. ഏത് രൂപത്തിൽ വരുമ്പം പ്രപഞ്ചമായി മാറുമ്പോൾ, അല്ലെങ്കിൽ നിർഗുണമാണ്, ശ്രീഹരിയായിട്ട് മാറുമ്പം അതിന് 8 സിദ്ധികൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കെങ്ങനെയാണ് കിട്ടുന്നതെന്ന് അടുത്തതിൽ പറയുന്നുണ്ട്. പക്ഷെ ഇത് 8 ആ ശ്രീഹരിയുടെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ സിദ്ധികളാണ്. അത് നമുക്കെങ്ങനെ കിട്ടും, ഉപാസിച്ചാൽ എന്നുള്ളത് പിന്നീട് പറയും. പിന്നെയോ 10 എൻ്റെ സത്വഗുണമായിട്ട് ബന്ധപ്പെട്ടതാണ്. 18 8 പറഞ്ഞു, പിന്നെ 10 എൻ്റെ സത്വഗുണവുമായിട്ട് ബന്ധപ്പെട്ട് മഹാത്മ്യത്താൽ ഉണ്ടാകുന്നതാണ്. സത്വഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. അപ്പം ആ 10 അങ്ങനെയാണ് 18. ഇനി അതിനെപ്പറ്റി വിസ്തരിച്ച് പറയും. ഇനി 4:5 പറയുന്നു, ശരീരം കല്ലിനുള്ളിൽ പ്രവേശിക്കപ്പെട്ടതിന് അർഹമായതാണ് അണിമാശക്തി. അപ്പോൾ 8 ശക്തികളിൽ ഒന്ന് അണിമ. ശരീരം കല്ലിനുള്ളിൽ പ്രവേശിക്കുന്നു. ആരുടെ ശരീരം? ആ ശ്രീഹരിയുടെ ശരീരം, കൃഷ്ണൻ്റെ ശരീരം കല്ലിനുള്ളിൽ പോലും പ്രവേശിക്കുന്നു. അതിനുള്ള കഴിവ് ആ ശ്രീഹരിക്കുണ്ട്. അതാണ് അതിൻ്റെ കഴിവ്. അതാണ് ഭാഗവതം പലപ്പോഴും പറയുന്നത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിൻ്റെ ഉള്ളിൽ അന്തരാമിയായിട്ട് അതുണ്ട്. കല്ലിൻ്റെ ഉള്ളിലും ഉണ്ട്. ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഭയങ്കര ശക്തിയുണ്ട്. അത് ആറ്റോമിക് ബോംബ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. അതിൻ്റെ ഒരു ചെറിയ അംശമാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ പറഞ്ഞത്, തൂണിലും തുരുമ്പിലും എല്ലാം അതുണ്ട്. അപ്പോൾ ആ കഴിവ് ആർക്കുണ്ട്? ശ്രീഹരിക്കുണ്ട്. അതാണ് അണിമാശക്തി. സർവത്ര വ്യാപിക്കുന്നത് മഹിമാശക്തി.
അതായത് എപ്പോഴും ശ്രീഹരിയെപ്പറ്റി നമ്മൾ പറയുന്നതാണ് പ്രപഞ്ചം മുഴുവൻ അത് വ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രപഞ്ചത്തിൽ ഏറ്റവും സൂക്ഷ്മത്തിലുള്ളത് അണിമാശക്തി പ്രപഞ്ചം മുഴുവൻ ചെറുതിൽ ചെറുതും വലുതിൽ വലുതുമായിട്ട് വ്യാപിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ശ്രീഹരിക്ക്. അതാണ് ജ്ഞാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതെങ്ങനെയാണ് യോഗിക്ക് കിട്ടുന്നതെന്ന് പിന്നെ പറയും. ഇപ്പം എല്ലായിടത്തും വ്യാപിക്കാനുള്ള കഴിവുള്ളതാണ് മഹിമ. സൂര്യരശ്മികളെ ആശ്രയിച്ച് സൂര്യലോക പ്രാപ്തി ലഘുത്വം. സൂര്യരശ്മികൾ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ ആകർഷണം ഗ്രഹങ്ങളെ ആകർഷിക്കുന്നുണ്ട്. സൂര്യരശ്മിയിലൂടെ പ്രപഞ്ചത്തെ മുഴുവൻ ആകർഷിച്ച് നിർത്തുന്ന ആ ഒരു ശക്തിവിശേഷമാണ് ലഘുത്വം. സൂര്യനിലൂടെയാണ് അതാക്കിയത് ആ ശ്രീഹരി. അതുപോലെ എല്ലാ പ്രാണികളുടെയും ഇന്ദ്രിയങ്ങളോട് ആ വിഷയത്തിനെ പ്രാപിക്കുക, പ്രാപ്തി. അതിനാണ് പ്രാപ്തി എന്ന് പറയുന്നത്. എല്ലാ പ്രാണികളുടെയും ജീവജാലങ്ങളുടെയും ഇന്ദ്രിയങ്ങളോട് ആ വിഷയത്തിനെ പ്രാപിക്കുക. അപ്പം നമ്മളെ ഇന്ദ്രിയങ്ങളിലൂടെയെല്ലാം നമ്മളെ കൊണ്ട് ഓരോ വിഷയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു. നമ്മളിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മാങ്ങ കാണുമ്പോൾ തിന്നണമെന്ന് തോന്നും, പറിക്കണമെന്ന് തോന്നും. അപ്പം നമ്മളെ കൊണ്ട് പറിപ്പിക്കും. അങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെയെല്ലാം ആക്ട് ചെയ്യാനുള്ള ആ ശ്രീഹരിയുടെ ശക്തിക്കാണ് എന്ത് പറയുന്നത്? പ്രാപ്തി എന്ന് പറയുന്നത്. അപ്പം എത്രയും 4 8 പരലോകത്തിൽ അനുഭവിക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും പരലോകത്തിലും നമ്മൾ നിയന്ത്രിക്കുന്നുണ്ടാകും. പിന്നെയോ ദൃശ്യമായത് മറഞ്ഞിരിക്കുക. എന്തെങ്കിലും മറഞ്ഞിരുന്നു കഴിഞ്ഞാലും കാണുക എന്നതാണ് പ്രാകാംക്ഷം. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഗുഹയിൽ ഒളിച്ചാലും ആ ശക്തിക്ക് നമ്മളെ കാണാനുള്ള കഴിവുണ്ട്. ആ ശക്തിയുടെ ദൃഷ്ടിയിൽ നിന്ന് നമുക്ക് ഒളിക്കാൻ പറ്റില്ല. ഭൂമിക്കടിയിലുള്ള ചെറിയ ജീവിയെ പോലും അത് നിരീക്ഷിക്കുന്നുണ്ട്. മറഞ്ഞിരിക്കുക, എന്നാലും അതിൻ്റെ ദൃഷ്ടിയിൽ. അതിനാണ് പ്രാകാശ്യം എന്ന് പറയുന്നത്. പിന്നെയോ അന്യരിൽ മായയും അവിദ്യയും പ്രേരിപ്പിക്കുന്നത് ഈശത്വം. മായയിലൂടെ നമ്മളെ എല്ലാം പ്രേരിപ്പിച്ച കർമ്മത്തിന് മായയിൽ പെടുത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കാനുള്ള കഴിവിനാണ് ഈശിത്വം എന്ന് പറയുന്നത്. ഇതെല്ലാം ആരുടെ കഴിവാണ്? ആ ശ്രീഹരിയുടെ കഴിവാണ്. വിഷയസുഖങ്ങളിൽ രാഗമില്ലായ്മ. ഇവിടുത്തെ വിഷയസുഖങ്ങളിലൊന്നും അതിന്, ഭൗതിക സുഖങ്ങളിലൊന്നും അത് ബന്ധമില്ല. അങ്ങനെ മാറി നിൽക്കുന്ന കഴിവിനാണ് വശ്യത്വം എന്ന് പറയുന്നത്. ഇനി ആഗ്രഹിച്ച് പ്രാപിക്കുക, പ്രാകാമ്യം എന്ന് പറയും. എന്താണോ അത് ആഗ്രഹിക്കുന്നത് അത് സാധിച്ചിരിക്കും. ആ ശ്രീഹരിക്ക് ചിന്തിച്ചാൽ അത് നടന്നിരിക്കും. ആ കഴിവിനാണ് പ്രാകാശ്യം എന്ന് പറയുന്നത്. എന്നിവ എനിക്ക് സ്വാഭാവികമായി ഉണ്ടായതാണ്. അതായത് ഇതെല്ലാം ശ്രീഹരിക്കുണ്ടായ ഉള്ള ഗുണങ്ങളാണ്, അല്ലാതെ നമുക്കുള്ളതല്ല. ശ്രീഹരിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇതെല്ലാം ശ്രീഹരിക്കുള്ള ഗുണങ്ങളാണ്, നമുക്കുള്ളതല്ല. പക്ഷേ നമുക്കെങ്ങനെയാണ് അത് ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഈ ലോകമെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ ബ്രഹ്മത്തിൽ ശ്രീഹരിയിൽ പോയി ലയിക്കുമ്പോൾ നമ്മളെന്തായി മാറുന്നുണ്ട്? ശ്രീഹരിയായിട്ട് മാറുന്നുണ്ട്. അപ്പം നമുക്കും ആ ഗുണം കിട്ടും. കാരണം നമ്മളപ്പം എന്താണ്? ശ്രീഹരിയാണ്.
അപ്പോൾ എപ്പോഴാണ് കിട്ടുന്നത്? ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ. അപ്പം നമ്മൾ ബ്രഹ്മമായി മാറുകയാണ്, ബ്രഹ്മസമാനമായി മാറുകയാണ്. അപ്പോൾ ഈ ഗുണങ്ങൾക്കെല്ലാം ആർക്കുണ്ട്? നമുക്ക് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്കതെല്ലാം പ്രയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരമില്ല. അപ്പോഴേക്ക് പിന്നെ ശരീരം കളഞ്ഞിട്ടാണ് ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നത്. അപ്പം ബ്രഹ്മം തന്നെയാണ് നമ്മൾ. പിന്നെ അത് നമ്മളെ ഗുണമായിട്ട് മാറും. ഇനി 6-7 ഇനി ഗുണസിദ്ധികൾ, 10 ഗുണസിദ്ധികളുണ്ടല്ലോ, ആ സിദ്ധികളെ പറ്റി പറയുകയാണ്. വിശപ്പ് ദാഹം ഇല്ലായ്മ യിലും ഉണർവുണ്ടായിരിക്കുക. നമുക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലാതെ ഉണർവോടുകൂടിയിരിക്കുക, അതൊരു കഴിവാണ്. നമുക്കൊന്നും വിശന്നിട്ട് ദാഹിച്ചിട്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ സന്യാസികൾക്ക് വിശപ്പും ദാഹമൊന്നും ഒരു പ്രശ്നമേ ഇല്ല. അവരെന്തും കിട്ടിയാൽ തിന്നും, അല്ലാതെ അവർക്ക് തിന്നണ്ട ആവശ്യമില്ല. അവർ ശരീരത്തെ ഉപേക്ഷിച്ചവരാണ്. ആ സിദ്ധിയാണ്. അത് നമുക്കെല്ലാം കിട്ടുമല്ലോ. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊന്നും കിട്ടുന്നതാണ്. അതിൽ വേറെ കാര്യമൊന്നുമില്ല. അതൊരു കഴിവ് തന്നെയാണ്. വിശന്നിട്ടും ഭക്ഷണത്തിനും താല്പര്യമില്ലാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ്, സിദ്ധി തന്നെയാണ്. നമുക്കൊന്നും പറ്റില്ല. പിന്നെയോ അകലെയുള്ളത് കാണുക, കേൾക്കുക, മനോവേഗത്തിൽ ശരീരം പോവുക, ഇഷ്ടമായ രൂപം ധരിക്കുക, അന്യശരീരത്തിൽ പ്രവേശിക്കുക, താൻ ആഗ്രഹിക്കുമ്പോൾ മരിക്കുക, അപ്സരസ്സുകളോടൊത്ത് ദേവന്മാരുടെ ക്രീഡകളെ പ്രാപിക്കുക, മനസ്സിൽ വിചാരിച്ചത് പ്രാപിക്കുക, തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കാൻ പറ്റുക, ഇത് 10 സത്വഗുണത്തിൻ്റെ മഹിമയാൽ ഉണ്ടാകുന്നതാണ്. ഇനി 8 പറയുകയാണ്, മൂന്ന് കാലങ്ങളെ അറിയുക. അതായത് നമ്മൾ മരിക്കുന്നതിനെക്കാട്ടി മുമ്പിലും ഇപ്പോഴും ഉള്ള, നമ്മൾ ജനിക്കുന്നതിന് മുമ്പിലുള്ളതും ഇപ്പോഴുള്ളതും മരിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ അറിയുക. ശീതം വിശപ്പ് ദാഹം ഇവ സഹിക്കുക. അന്യമനസ്സറിയുക. അഗ്നി, ജലം, സൂര്യൻ, വിഷം മുതലായവയുടെ ശക്തിയെ തടയുക. തോൽവി പറ്റാതിരിക്കുക. ഇവ അല്പസിദ്ധികളാണ്, ചെറിയ സിദ്ധികളാണ്. 10 പുറമേയുള്ള ചെറിയ നിസ്സാര സിദ്ധികളാണ് ഇതെല്ലാം. അപ്പം എല്ലാ സിദ്ധികളെ പറ്റിയും പറഞ്ഞു, പേരുകൾ പറഞ്ഞു, കഴിവ് എന്താണ്, സ്വഭാവം പറഞ്ഞു. എന്നിട്ട് 9 പറയുകയാണ്, യോഗാഭ്യാസം ചെയ്താൽ ഉണ്ടാകുന്ന സിദ്ധികൾ ചുരുക്കത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് ഏതു സിദ്ധി ഏതു വിധം സംഭവിക്കുന്നുവെന്നല്ല എന്നിൽ നിന്നും അറിയുക. ഇനി ഓരോന്നിനെയും വിസ്തരിക്കുക. ഇതുവരെ സിദ്ധികളെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഓരോന്നും എങ്ങനെയാണ് സിദ്ധിക്കുന്നത് എന്ന് പറയുവാൻ പോവുകയാണ്. ഇപ്പം 10 പറയുന്നത്, പഞ്ചഭൂതങ്ങളാൽ ശരീരമായി ധരിച്ച എന്നിൽ, പഞ്ചഭൂതങ്ങളെ കൊണ്ട് രൂപം കൊണ്ട എന്നിൽ, ആരിൽ? ശ്രീഹരി. അതിൽ പരമാണു രൂപമായി ഉപാസിക്കുക. ഏറ്റവും സൂക്ഷ്മമായ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് ഉപാസിക്കുക. ഏറ്റവും സൂക്ഷ്മമായ രൂപം എന്താണ്? പഞ്ചഭൂതങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും സൂക്ഷ്മമായ ആറ്റങ്ങളെ കൊണ്ടും തന്മാത്രകളെ കൊണ്ടുമാണ്. ആ രൂപത്തിൽ നമ്മൾ ശ്രീഹരിയെ ഉപാസിച്ചാൽ നമ്മൾ ആ രൂപത്തിലുള്ള ശ്രീഹരിയിൽ പോയി ചേരും. ശ്രീഹരി
എല്ലാ വസ്തുവിലും കയറാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാ വസ്തുവിൻ്റെയും കല്ലിൻ്റെയും അകത്ത് കയറാനുള്ള ശ്രീഹരിയുടെ കഴിവിനാണ് എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്നുണ്ട്. തൂണിലും തുരുമ്പിലും ഉണ്ട്. ആ രൂപത്തിൽ പഞ്ചഭൂതമായിട്ട് ഉണ്ടായ ശ്രീഹരിയിൽ നമ്മൾ എങ്ങനെ ഉപാസിക്കണം? അതിലുള്ള തൂണിലും തുരുപ്പുമിലുമുള്ള ആറ്റത്തിൻ്റെ രൂപത്തിൽ, ആറ്റത്തിൻ്റെ അകത്തുള്ള ആ ഊർജത്തിൻ്റെ രൂപത്തിൽ ശ്രീഹരിയെ ഉപാസിച്ചുണങ്ങനെ നേരത്തെ പറഞ്ഞവർ ആ രൂപത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ അതായിത്തീരും. ആ രൂപത്തിലുള്ള ശ്രീഹരിയിലേക്ക്. അപ്പം ശ്രീഹരി കല്ലിൻ്റെ അള്ളി അകത്തിരിക്കുമ്പോഴും നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ കല്ലിൻ്റെ അകത്തിൽ ഇരിക്കും. കാരണം നമ്മളും അതായി തീർന്നു, ആ രൂപത്തിലായി തീർന്നു. അപ്പോൾ അണിമ കണ്ടു കഴിഞ്ഞല്ലോ, അണിമ സിദ്ധി കിട്ടിക്കഴിഞ്ഞു. നമുക്കും കല്ലിൻ്റെ അകത്തെല്ലാം കയറണ്ടിക്കൽ കല്ലിൻ്റെ അകത്തിൽ കിടക്കുന്ന ആ സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായ രൂപത്തിൽ ശ്രീഹരിയെ ഉപാസിച്ചാൽ മതി. അപ്പം നമ്മളതിൽ ആ രൂപത്തിൽ പോയി ചേരും. അപ്പം നമുക്കും കല്ലിൻ്റെ ഉള്ളിൽ ആ ബ്രഹ്മത്തോടൊപ്പം കയറിക്കൂടാം. ഇനി 11 പറയുകയാണ് ജ്ഞാനശക്തി രൂപമായ മഹത്വത്വം. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹത്തത്വം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയുടെ പിന്നിലുള്ള സയൻസ്. ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, പട്ടിയും പൂച്ചയും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതായത് ആ ശക്തിയാണ് പഞ്ചഭൂതങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള അതിൻ്റെ ശക്തിവിശേഷത്തെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ എല്ലാ പ്രപഞ്ചത്തിൽ എല്ലായിടവും വ്യാപിച്ച ആ പല രൂപങ്ങളായി മാറിയ ആ രൂപത്തിൽ നമ്മളുമായിത്തീരും. കാരണം അതെല്ലാമായിട്ടാണ് മാറിയിരിക്കുന്നത്. പട്ടിയായിട്ട് പൂച്ചയായിട്ട് എല്ലാം പല ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഉപാസിക്കാം. ആ പട്ടിയുടെ രൂപത്തിൽ അത് പ്രവേശിച്ചിരിക്കുന്ന പട്ടിയുടെ രൂപത്തിൽ ആ പ്രവേശിക്കാനുള്ള കഴിവിൻ്റെ രൂപത്തിൽ സർവവ്യാപിയായിരിക്കുന്ന വിഷ്ണുവായിട്ട് നമ്മൾ ഉപാസിച്ചാൽ നമ്മളും ആ രൂപമായിട്ട് ചേരും. ഉപാസിക്കുമ്പോൾ ശ്രീഹരിയായിട്ട് ചേരും. പക്ഷേ ഏത് രൂപത്തിലാണ് ഉപാസിക്കുന്നത് ആ രൂപത്തിൽ ചേരും. അപ്പം നമ്മളെ കഴിവ് അതായിട്ട് മാറും, നമ്മൾ സർവവ്യാപിയായിട്ട് മാറും. ഇനി 12 വായുരൂപമായ പഞ്ചഭൂതങ്ങളുടെ പരമാണു രൂപമായ എന്നിൽ ചിത്തമേറ്റി ചിന്തിച്ചാൽ യോഗമായയാൽ കാലപരമാണു രൂപമായ ലഘിമാസിദ്ധി കൈവരുന്നു. ലഘിമസിദ്ധി എന്നത് ആ ശ്രീഹരിയുടെ കഴിവാണ്. സൂര്യൻ്റെ രശ്മികളുടെ ഗ്രഹങ്ങളുടെ സ്വാധീന ശക്തിയുടെ നമ്മളെ നാഡികളിലൂടെ എല്ലാം അത് എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട്. നാഡികളിലൂടെ സഞ്ചരിക്കുന്നതാണ് വായു. അപ്പം ആ വായു രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളുടെയും നാഡികളിലൂടെ സൂര്യൻ്റെ ബലം രശ്മികൾ എന്ന രൂപത്തിൽ വായു രൂപത്തിൽ എല്ലാ നാഡികളിലൂടെയും സഞ്ചരിച്ച് ആ ജീവജാലങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന ആ ശ്രീഹരിയുടെ കഴിവിനെ, ആ സിദ്ധിയെ, ആ രൂപത്തിലുള്ള ശ്രീഹരിയെ ഉപാസിച്ച നമ്മളും ആ സിദ്ധിയുള്ള ശ്രീഹരിയെ നമ്മളും പോയി ലയിക്കും. ഈ അർത്ഥമേ അതിനുള്ളൂ. ഉപാസിക്കുന്ന ഏത് രൂപത്തിലും നിങ്ങൾക്ക് ഉപാസിക്കാം. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏത് രൂപത്തിൽ ഉപാസിച്ചാലും നിങ്ങളതായിത്തീരും. അപ്പം ശ്രീഹരി സർവവ്യാപിയായിട്ട് രൂപത്തിൽ ഉപാസിച്ചാൽ നമ്മൾ ആ സർവരൂപിയായ ആ വിഷ്ണുവിൽ ചേരും. ഇനി 13 സാത്വികാഹങ്കാരമായ എന്നിൽ ഏകാഗ്രചിത്തനായിട്ട് ഉപാസിക്കുന്നവൻ സകല പ്രാണികളുടെയും ഇന്ദ്രിയങ്ങളെ അധിഷ്ഠാവായി
ഇരിക്കുന്ന പ്രാപ്തിസിദ്ധിയെ പ്രാപിക്കും. എല്ലാ ഇന്ദ്രിയങ്ങളിലും, എല്ലാ ജീവജാലങ്ങളുടെയും ഇന്ദ്രിയങ്ങളാണ് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ശക്തി ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ആ രൂപത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ, അപ്പം ശ്രീഹരി എല്ലാ ജീവജാലങ്ങളുടെയും ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന സിദ്ധിയോടുകൂടി ഇരിക്കുമ്പോൾ ആ രൂപത്തിൽ നമ്മൾ ശ്രീഹരിയെ ഉപാസിച്ചാൽ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷമുള്ള ആ സിദ്ധിയുള്ള ശ്രീഹരിയിൽ നമ്മൾ പോയി ലയിക്കും. അപ്പം നമുക്കും ആ സിദ്ധി ഉണ്ടെന്ന് സാരം. ഇനി 14. ക്രിയാശക്തി പ്രധാനമായ, ക്രിയാശക്തി എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം എന്തെല്ലാം ജീവിജാലങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ അതിനെയെല്ലാം വിശേഷ ദൃഷ്ടിയോടെ കാണാനുള്ള ആ ശ്രീഹരിയുടെ കഴിവ്. ഏത് മുക്കിലും മൂക്കിലുമുള്ള ജീവജാലങ്ങളെ, ഒളിച്ചിരിക്കുന്ന വസ്തുക്കളെയും കാണാനുള്ള കഴിവ് ശ്രീഹരിക്കുള്ളത് കൊണ്ട് ആ ക്രിയാശക്തി പ്രധാനമായ മഹത്വത്വം എന്ന സൂത്രാത്മകമായ എന്നിൽ മനസ്സ് വെച്ചാൽ ആ പ്രാകാശ്യം എന്ന സിദ്ധിയെ നമ്മളും പ്രാപിക്കും. അതായത് ശ്രീഹരി എവിടെ നമ്മൾ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ, ഏത് മൂലക്കായാലും നമ്മളെ കാണാനുള്ള ഒരു വിശേഷ സിദ്ധി ആ ശ്രീഹരിക്കുണ്ട്. അതിലൂടെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രീഹരിയുടെ സിദ്ധി ഉള്ള ശ്രീഹരിയെ ഉപാസിച്ചാൽ നമ്മൾ അത്തരം ശ്രീഹരിയിൽ പോയി നമ്മൾ ലയിക്കും. നമുക്ക് ആ സിദ്ധി കിട്ടിയെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ കാര്യമൊന്നുമില്ല, നമ്മളതിൽ ലയിച്ചു പോയി. ഇനി 15. ഗുണത്രയമായ മായയെ നിയന്ത്രിക്കുന്നവരും അന്തരാമിയായിരിക്കുന്നവരുമായ എന്നെ മനസ്സിൽ ധ്യാനിക്കുന്നവർ. മായയാലാണ് എല്ലാവരുടെയും അകത്ത് ഇരുന്നു കൊണ്ട് ഞാൻ എല്ലാവരെയും നിയന്ത്രിക്കുന്നത്, മായയിലൂടെ. അപ്പം മായാശക്തി, ആ മായയിലൂടെ എല്ലാവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കും. ആ രൂപത്തിലുള്ള ശ്രീഹരി, അതതിൻ്റെ ശക്തിയാണ്. ആ രൂപത്തിലുള്ള ശ്രീഹരിയെ നമ്മൾ ഉപാസിച്ചാൽ നമ്മൾ ആ ശ്രീഹരിയിൽ പോയി ലയിക്കും. അപ്പം നമുക്കും ആ ശ്രീഹരിയുടെ ഭാഗമായിട്ട് നമുക്കും എല്ലാത്തിലും മായയിലൂടെ എല്ലാവരെയും നിയന്ത്രിക്കാം. അതിനാണ് ഈശ്വത്വം എന്ന ശക്തി എന്ന് പറയുന്നത്. ഇനി 16. തുര്യൻ അല്ലെങ്കിൽ തുര്യൻ, അതായത് എല്ലാത്തിലും വിരക്തി വന്നിരിക്കുന്ന സന്യാസി, തുര്യൻ. ആ അവസ്ഥയിൽ എന്നെ ഉപാസിച്ചാൽ, ആ അവസ്ഥയിലുള്ള നാരായണനായിട്ട് എന്നെ ഉപേക്ഷിച്ചാൽ ആ യോഗിക്ക് എൻ്റെ ഗുണമായ വശ്വത്വം ലഭിക്കും. വശ്വത്വം എന്താണ്? രാഗദോഷങ്ങളൊന്നുമില്ലാതെ ഈ ഭൗതിക ലോകങ്ങളിലൊന്നും വിട്ടു നിൽക്കുന്ന തരത്തിലുള്ള കഴിവാണ് ഈശ്വരൻ്റെ, ആ ശ്രീഹരിയുടെ കഴിവിനാണ്. ഇതിലൊന്നും പങ്കെടുക്കാതെ അതിലാകാൻ വേണ്ടിക്കൽ നമ്മൾ ആ ഒരു രൂപത്തിൽ ഒന്നില്ലത്തിൽ നിന്നും പിന്മാറിയായിട്ട് സന്യാസി രൂപത്തിൽ അതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ രൂപത്തിൽ പ്രാപിക്കും. നിർഗുണനും സർവവ്യാപിയുമായ 17. നിർഗുണനും സർവവ്യാപിയുമായ എന്നെ പ്രാണായാമം പോലെയുള്ള യോഗാസനങ്ങളിലൂടെയെല്ലാം മനഃശുദ്ധി വരുത്തിയിട്ട് കാമത്തെ ഇല്ലാതാക്കും. നമ്മളിലുള്ള കാമത്തെ നിർവീര്യമാക്കിയിട്ട് അത്തരത്തിൽ ശ്രീഹരിയെ ഉപാസിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ കാമവായസായുധം എന്ന സിദ്ധി കൈവരിക്കുന്നു. ആരുടെ സിദ്ധി? അത്തരം ഗുണമുള്ള ശ്രീഹരിയിൽ നമ്മൾ പോയി ലയിക്കുന്നു. നമ്മൾ ആ രൂപത്തിൽ ശ്രീഹരിയെ ഉപാസിക്കുകയാണ്. ഒരു കാമത്തിലും പെടാതെ ഒന്നിലും താല്പര്യമില്ലാതിരിക്കുന്ന ശ്രീഹരിയെ എന്ന രൂപത്തിൽ, ആ സിദ്ധിയുള്ള ശ്രീഹരിയെ
നമ്മൾ ഉപാസിച്ചാൽ നമ്മൾ അത്തരത്തിലുള്ള ശ്രീഹരിയിലാണ് പോയി ലയിക്കുക. അപ്പം നമ്മൾ 8 കണ്ടു കഴിഞ്ഞു. ഇനി 18. അപ്പോൾ ഇതുവരെ ശ്രീകൃഷ്ണൻ്റെ ശ്രീഹരിയുടെ 8 മഹിമകളെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള സിദ്ധി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള രൂപത്തിൽ ഉപാസിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ശ്രീഹരിയിൽ നമ്മൾ പോയി ലയിക്കും. അപ്പം നമുക്കും ആ സിദ്ധി കിട്ടും ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷേ അതിൽ ലയിച്ചതിൻ്റെ ശേഷമാണ്, അല്ലാതെ ലോകത്തിൽ വന്നിട്ട് എനിക്കുണ്ട് അപ്പം ശരീരത്തെല്ലാം ഉപേക്ഷിച്ചിരിക്കും. അല്ലാതെ ശരീരമായിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് സിദ്ധി കിട്ടുമെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇനി ബാക്കിയുള്ളതിനെ പറ്റി പറയുകയാണ്. 18 ശുദ്ധസ്വരൂപനും ധർമ്മസ്വരൂപിയും അനിരുദ്ധരൂപിയുമായ എന്നിൽ മനസ്സിനെ സമർപ്പിക്കുമ്പോൾ ശുദ്ധമായ രൂപമായിരിക്കുന്ന ഭാവത്തെ പ്രാപിക്കുന്നു. അപ്പം ശുദ്ധരൂപത്തിൽ എന്നെ ഉപാസിച്ചു കഴിഞ്ഞാൽ ശുദ്ധരൂപത്തിലുള്ള ശ്രീഹരിയിൽ നമുക്ക് പോയിട്ട് ലയിക്കാം. അവന് പിന്നെ എന്തില്ല, ശോകം, മോഹം, വിശപ്പ്, ദാഹം, മരണം എന്നിവയൊന്നും പിന്നെ അവന് ഇല്ല. ആ രൂപത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിൽ പോയി ലയിക്കാം. ഇനി 19 നിർമ്മലമായ ആകാശം പോലെ, ആകാശം നിർമ്മലമായിരിക്കുന്ന രൂപത്തിൽ സർവവ്യാപിയായിരിക്കുന്ന രൂപത്തോടു കൂടിയ സമഷ്ടി പ്രാണരൂപമായ എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണനായിരിക്കുന്ന എന്നെ ആ രൂപത്തിൽ ഉപാസിച്ചാൽ, അങ്ങനെ എന്നെ മനസ്സത്തരത്തിലുള്ള എന്നെ ചിന്തിച്ചുകൊണ്ട് ഉപാസിച്ചാൽ ദൂരെയുള്ള പ്രാണികളുടെ ശബ്ദം കേൾക്കാമെന്ന് പറയുകയാണ്. നമുക്ക് കുറേ ദീർഘദൂരത്തു നിന്നുള്ള ശബ്ദങ്ങൾ കേൾക്കാനുള്ള കഴിവ് കിട്ടും. അത് നമ്മുടെ ചെവിട്ടിൻ്റെ ഒരു കഴിവും. ഇപ്പം ചില ജീവജാലങ്ങൾക്കെല്ലാം ദൂരെയുള്ള ശബ്ദം പിടിക്കാൻ പറ്റും, നമുക്ക് പറ്റില്ല. പക്ഷേ ഇത്തരത്തിൽ ഉപാസിക്കുന്നതുകൊണ്ട് നമ്മുടെ ചെവിയുടെ ശക്തി കൂട്ടിയെടുക്കാം. ഇനി 20 സൂര്യനിൽ ദൃഷ്ടി പതിപ്പിച്ചിട്ട്, അത് കുറച്ച് കടന്ന പരിപാടിയാണ്. സൂര്യനിൽ ദൃഷ്ടി പതിപ്പിച്ചിട്ട് എന്നെ മനസ്സിൽ ധ്യാനിക്കുക. സൂര്യനെയും നോക്കിക്കൊണ്ട് ശ്രീഹരിയെ ധ്യാനിക്കുക. അപ്പോൾ സൂക്ഷ്മ ദൃഷ്ടിയോടെ പ്രപഞ്ചത്തെ നോക്കുന്നു. കണ്ണ് പിന്നെ കാണുമൊന്നുമില്ല. സൂര്യനെ നോക്കിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റുക, കണ്ണങ്ങ് പോകും. പക്ഷേ നമുക്ക് ദീർഘദൃഷ്ടിയുള്ള പ്രപഞ്ചത്തെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് കാഴ്ചശക്തി ദീർഘമുള്ള കാണാൻ പറ്റും. ഈ സാധാരണ നിലയിലുള്ള കാഴ്ചയെല്ലാം പോകും. പക്ഷേ ദീർഘദൃഷ്ടിയുള്ള പ്രപഞ്ചത്തെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ദീർഘദൃഷ്ടി കിട്ടും എന്നുള്ള അർത്ഥത്തിൽ അതിനെ എടുത്താൽ മതി. ഇപ്പം കഴിഞ്ഞതിൽ ദൂരെയുള്ള ശബ്ദം കേൾക്കാൻ പറ്റുമെങ്കിൽ ഇത് ദൂരെയുള്ള വസ്തുക്കളെ കാണാനുള്ള കഴിവുണ്ടാകുമെന്ന് പറയാണ്. പക്ഷെ അതുകൊണ്ട് നമുക്കെന്താ കാര്യം? നമുക്ക് തട്ടിയും മുട്ടിയും നടക്കാണ്ടെങ്കിൽ, വീടാത്ത നടക്കണ്ടെങ്കിൽ അടുത്തുള്ളതാണ് കാണുന്നത്. അല്ലാതെ അങ്ങുള്ളതിനെല്ലാം കണ്ടിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം ചിന്തിക്കണം. മനസ്സിലും ശരീരത്തിലുമുള്ള വായുവിനോട് ചേർന്ന് എന്നെ ധ്യാനിച്ചാൽ, നമ്മളെ ശരീരത്തിലെല്ലാം സഞ്ചരിക്കുന്നൊരു വായുവുണ്ട്. ആ വായുവിനെ ഞാനായി ധരിച്ചുകൊണ്ട് എന്നെ ഉപാസിച്ചാൽ മനസ്സ് പോകുന്നിടത്ത് ദേഹവും പോകുന്നു. അപ്പം നമ്മുടെ ശരീരത്തിൽ വായു എല്ലായിടവും സഞ്ചരിക്കുന്നുണ്ട്. ആ വായുവിനോടൊത്ത് നമ്മൾ ശ്രീഹരിയെ ധ്യാനിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് പോകുന്നിടത്ത് ശരീരവും പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുമെന്ന് പറയുകയാണ്. അതൊരു പ്രത്യേകതരം അനുഭൂതികളാണ്. ഇനി 22 മനസ്സിൽ എപ്പോൾ എവിടെ ഏത് രൂപത്തിൽ എന്നെ ധ്യാനിക്കുന്നുവോ ആ രൂപത്തിൽ മനസ്സിൽ തെളിയുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏത് രൂപത്തിലാണ്
ഇതുവരെ പറഞ്ഞെല്ലാം ചുരുക്കി പറയുന്നതാണെങ്കിൽ ഏത് രൂപത്തിലാണ് നമ്മൾ ആ ശ്രീഹരിയെ ഉപാസിക്കുന്നത്, ആ രൂപത്തിലുള്ള മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ മാറും. 23 പ്രാണൻ ഇന്ദ്രിയങ്ങൾ അടക്കി, പ്രാണനെയും ഇന്ദ്രിയങ്ങളെ നമ്മളെ ബ്രീത്തിങ് കൺട്രോൾ വരുത്തി ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിക്കഴിഞ്ഞാൽ പിന്നെ ശ്വാസം മാത്രമാണ് നമ്മളിലുള്ളത്. ആ ശ്വാസം നമ്മളെ കൈമലാണ്. അടക്കിയ സിദ്ധൻ അന്യൻ്റെ ഏത് ശരീരത്തിൽ പ്രവേശിക്കണമെന്ന് ചിന്തിച്ചാൽ ആ അന്യ ശരീരത്തിൽ മനസ്സ് പതിപ്പിച്ചിട്ട് നമ്മളെ മനസ്സിനെ അന്യൻ്റെ ശരീരത്തിലേക്ക് പതിപ്പിച്ചിട്ട് നമ്മൾ ശരീരത്തിൽ നിന്ന് വായുവിനെ അങ്ങ് നട്ടലിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെത്താലേ കൊണ്ടുപോകുന്ന പോലെ ഇപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ശരീരത്തിലുള്ള ശ്വാസത്തെ വലിച്ച് എന്ത് വേണം, ശരീരം വിട്ട് കഴിഞ്ഞാൽ നമ്മളെ പ്രാണൻ ശരീരം പിടിക്കുകയാണ്. ആ പ്രാണനെ വിട്ട് ശരീരം വിട്ട് പുറത്തു പോയി ഏതൊരു ജീവിയിലേക്ക് ആ ശ്വാസം പോകുന്നുവോ അത് അവിടെ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴേക്ക് ഈ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല. ചിലപ്പം നമ്മൾ മരിച്ചു. നമ്മളെ ശ്വാസം പ്രാണനാണ് അവിടെ പോകുന്നത്, ജീവാത്മാവല്ല. ഒരു ശരീരത്തിൽ രണ്ടാത്മാവിനിരിക്കാൻ പറ്റില്ല. നമ്മളെ പ്രാണനെ വലിച്ച് അവിടത്തേക്ക് കൊണ്ടുവിടുകയാണ്. നമുക്ക് വിരലിൻ്റെ അറ്റത്തുള്ള പ്രാണനെ വലിച്ച് ഇവിടത്തേക്ക് ഭാവനയിലൂട്ട് കൊണ്ടുവരാം. ഇവിടെ വെച്ച് വന്നതുകൊണ്ട് കാര്യം എന്താ ഉള്ളത്? ഒരു ചുക്കുമില്ല. അതുപോലെ എന്നിലുള്ള ശ്വാസത്തെ വലിച്ചിട്ട് മരണത്തെയും കടന്നിട്ട് വേണമെങ്കിൽ വേറൊരുത്തൻ്റെ ശരീരത്തിൽ കൊണ്ടുവെക്കാം ആ പ്രാണനെ. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ വിരലിലുള്ള പ്രാണനെ വലിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ട് എനിക്കെന്താ ഗുണം കിട്ടുന്നു? നമ്മളൊന്ന് വലിച്ചു നോക്കും, കണ്ണും കൂട്ടിയിട്ട് ശ്വാസത്തെ അവിടുന്ന് ഇവിടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വലിച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് വെച്ചോളൂ. എൻ്റെ കണ്ണ് തുറക്കുമ്പോൾ ഇവിടെ വല്ലതും ഉണ്ടാകും? ഒന്നും തോന്നില്ല, എന്തോ ഒന്ന് വന്ന മാതിരി തോന്നും. അതുപോലെ വലിച്ചിട്ട് അന്യ ശരീരത്തിൽ കൊണ്ടുവെക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നേടുന്ന എന്താണ്? നമ്മളെ ജീവൻ പോയി, അതോടുകൂടി നേടുന്നൊന്നുമില്ല തന്നെ. അല്ലാതെ ആത്മാവിനെ എടുത്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കുകയല്ല, പ്രാണനെയാണ് എടുത്തിട്ട് വേറെ ശരീരത്തിൽ കൊണ്ടുവെക്കുന്നത്. വണ്ട് ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഇതെല്ലാം ചില സിദ്ധികളായിട്ട് പറയുകയാണ്. പക്ഷേ ഇതിനെക്കൊണ്ട് ഒരു ഗുണവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് അവസാനം പറയുന്നുമുണ്ട്. ഇനി കുതികാൽ കൊണ്ട് 24 ഭൂതമധ്യത്തെ അമർത്തണം. ഇരുന്നിട്ട് യോഗാസനത്തിൽ അതിനുള്ള ആസനമുണ്ട്. ഇരുന്നിട്ട് മൂലാധാരം മുതൽ മുകളിലേക്ക് ഉയർത്തി, നേരത്തെ പറയുന്ന മാതിരി ശ്വാസത്തെ വലിച്ച് മുകളിലേക്ക് ഉയർത്തി ബ്രഹ്മരന്ധ്രത്തിൽ എത്തിയിട്ട് ശരീരം വെടിയണം. ബ്രഹ്മസാക്ഷാത്കാരത്തിനാണെങ്കിൽ നമ്മളെ മൂലാധാരത്തു നിന്ന് വലിച്ച് ശ്വാസത്തെ നട്ടലിലൂട്ട് വലിച്ചിട്ട് ബ്രഹ്മരന്ധ്രത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് അപ്പം ശരീരം എന്താവും? പോകും, നശിച്ച്. നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം നേടി, പിന്നെ ഈ ശരീരം അവിടെ വീട് പോകും. ഇതുപോലെ തന്നെയാണ് പ്രാണനെല്ലാം വലിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് അവസാനം ഈ പ്രാണനെ വലിച്ചിട്ട് വേറൊരുത്തൻ്റെ ശരീരത്തെ കൊണ്ട് പ്രാണൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ മരിച്ചു വീഴും. അതുകൊണ്ട് നമ്മളെന്താ നേടുന്നത്? നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടുന്നില്ല, വേറെ എവിടെയോ കൊണ്ട് വരുത്തൻ്റെ ശരീരത്തെ കൊണ്ട് വെക്കുകയാണ്. അതുകൊണ്ട് പിന്നെയും പുനർജന്മമുണ്ട്, നമ്മൾ മരിക്കും, പിന്നെയും ജനിക്കും. ബ്രഹ്മസാക്ഷാത്കാരത്തിനാണെങ്കിൽ ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവെക്കണം, അല്ല വേറെ പലയിടത്തും കൊണ്ട് വെച്ചിട്ട് എന്താ കാര്യം?
നമ്മളെ തന്നെ ഇങ്ങനെ വലിച്ചിട്ട് ഈ പ്രാണനെല്ലാം വലിച്ചു ബ്രഹ്മരന്ധ്രത്തിൽ വെക്കാനാണ് പറഞ്ഞത്. അതിനടുത്ത് ഈ മൂക്കിൻ്റെ അറ്റത്ത് ഇവിടെയോ അല്ലെ മൂക്കിൻ്റെ അറ്റത്തോ വെച്ചിട്ട് ഒരു കാര്യമില്ല, ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല. ഇനി 25. ദേവന്മാരുടെ ഉദ്യാനത്തിൽ കഴിക്കുവാനുള്ള ആഗ്രഹത്തോടെ സത്വാദി ഗുണങ്ങളുള്ള മൂർത്തിയെ ധ്യാനിക്കണം. സത്വഗുണമുള്ള മൂർത്തി, ആ രൂപത്തിൽ ശ്രീകൃഷ്ണനെ ഉപാസിക്കുക. സത്വഗുണം ആ രൂപത്തിൽ ദേവന്മാരുടെ ഉദ്യാനത്തിൽ കളിക്കുക, ഇവിടെ സ്വർഗത്തിൽ. ആ തരത്തിൽ ചിന്തിച്ചിട്ട് സത്വഗുണമൂർത്തിയെ ആരാധിച്ചു കഴിഞ്ഞാൽ അപ്സരസുകളെല്ലാം വിമാനത്തിലേറി അവന് നേരെ സമീപത്തെത്തുമെന്ന് പറയുകയാണ്. അവന് അപ്സരസുകൾ പെരുമാറുന്ന മാതിരിയുള്ളൊരു ഫീലിങ് അവനിൽ ഉണ്ടാകും. എന്നിട്ട് പറയാണ്, എന്നിൽ ഭക്തി അർപ്പിച്ച് ഏതുവിധം ബുദ്ധിയെ സങ്കല്പിക്കുന്നു ആ വിധം അതിനെ പ്രാപിക്കും. ഇപ്പോഴും നമ്മൾ ആ ശ്രീഹരിയിൽ ബുദ്ധി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ യോഗയിലൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് ബുദ്ധിയെ ശ്രീഹരിയിൽ അർപ്പിച്ചുകൊണ്ട് ഏത് തരത്തിലാണോ ഭാവന ചെയ്യുന്നത് ആ രൂപത്തിലേക്കാണ് നമ്മൾ കുണ്ടലിനി ഉയർന്നിട്ട് പോവുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതാണ് അസുരന്മാർ ചില കഴിവുകൾ നേടുന്നത് എന്നെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് ദേഷ്യം ഉണ്ടാകുന്ന തരത്തിൽ ചിന്തിച്ചു കൊണ്ടുപോയാൽ ഭയങ്കര കോപിഷ്ഠനായിട്ട് മാറിക്കളയും. കാമം ചിന്തിച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാമത്തിൻ്റെ അംഗം മൂർത്തിരൂപമായി മാറിപ്പോകും. നമ്മൾ എന്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്? ബ്രഹ്മരഥത്തിൽ പോയിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടണം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി 27, 28. സർവനിയന്താവായ എൻ്റെ യോഗികൾക്ക് കാലരൂപമായ വിഷയങ്ങളിൽ അറിവുണ്ടാകുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന ജന്മത്തിലെ എൻ്റെ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ കാലസ്വരൂപമായ എന്നെ ധ്യാനിച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു, ഇനി വരുന്ന ജന്മത്തിൽ എന്താണ് എൻ്റെ ജോലി, ഇതെല്ലാം അറിയാൻ പറ്റും. അപ്പം എന്ത് വേണം? എനിക്ക് കഴിഞ്ഞ ജന്മത്തിലുള്ള കാര്യങ്ങൾ അറിയണമെന്ന് വെച്ചുകൊണ്ട് ശ്രീഹരിയെ ഉപാസിച്ചുകൊണ്ട് ഈ ബ്രീത്തിങ് എക്സസൈസ് എല്ലാം ചെയ്യുക. അപ്പോൾ അത് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇനി 29. എന്നെ ധ്യാനിക്കുന്ന മുനിയുടെ യോഗമായ ശരീരം അഗ്നി മുതലായവയിൽ കേടുപറ്റുകയില്ല. അപ്പോൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഭക്ഷണവും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവില്ല? ഭക്ഷണത്തിൻ്റെ അംശമൊന്നുമില്ല, വെറും തോല് ചുക്കി ചുളിഞ്ഞ് അവസാനം തീ പോലും പിടിക്കാത്ത ഒരവസ്ഥയിലേക്ക് ആ ശരീരം മാറും. കത്തേണ്ട വസ്തുക്കളൊന്നും അതിൻ്റെ അകത്തില്ല, വെറും എല്ലും തോലും മാതിരിയായി മാറും. അതിന് തീയും പിടിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ വ്യക്തി ഭക്ഷണമെല്ലാം കുറച്ച് ശരീരത്തെ ഉപേക്ഷിക്കുകയാണ്. അപ്പം ചുക്കി ചുളിഞ്ഞ് മരിക്കുന്ന സമയത്തേക്ക് ഉണങ്ങിയ ചില ഇപ്പം കാക്കകളെല്ലാം ചാകുമ്പോൾ ഉണങ്ങി കിടക്കുന്ന അതിൻ്റെ ശരീരമൊന്നും കാണാനുണ്ടാവില്ല. ആ തൂവല് കത്തുവോ? ശരിക്ക് ഇല്ല. ആ അവസ്ഥയിൽ നമ്മളും ആയിത്തീരും. അപ്പം തീക്ക് കത്തില്ല. ഇനി 30. ശ്രീവത്സം ചക്രം ഗദ ധ്വജം മൂലാവയോട് കൂടിയ എന്നെ ധ്യാനിക്കുന്നവനെ അന്യർക്ക് ജയിക്കുവാനാവില്ല. ഗദയും ശ്രീചക്രവും ഗദയും ധ്വജവും മൂലാവയോട് കൂടിയ അവർക്ക് ശ്രീഹരിയുടെ ഒരു രൂപമുണ്ടല്ലോ, പടത്തിലെല്ലാം കാണുന്നു. ആ തരത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ അവനെ ആർക്കും ജയിക്കാൻ പറ്റില്ല. അവൻ
അവന് ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപാസിക്കുന്നവരുടെ മേലെ ആരാണ് വരാൻ പോകുന്നത് എതിർക്കാൻ? ഇപ്രകാരം ഉപാസിക്കുന്നവന് മുൻപ് പറഞ്ഞ വിധികൾ തന്നെത്താൻ വന്നു ചേരുന്നു. ഇങ്ങനെ ആരെങ്കിലും ഉപാസിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ്റെ സ്വതമേ നേടുമെന്ന് പറയുകയാണ്. ഇനി 32 തന്നടക്കമുള്ളവനും നല്ല ഒതുക്കത്തോടുകൂടി ജിതേന്ദ്രിയനായിട്ട് എന്നെ ഉപാസിക്കുന്നവന് ഈ ലോകത്ത് നേടാത്ത സിദ്ധി എന്താണുള്ളത് എന്ന് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണത്? നമ്മൾ അവസാനം എവിടെ എത്തിച്ചേരുന്നത്? ബ്രഹ്മം തന്നെയായിട്ട് മാറുകയാണ്. ബ്രഹ്മം തന്നെയായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നേടാത്ത സിദ്ധി എന്താണ് ഉള്ളത്? നമ്മൾ അവനായിട്ട് മാറുകയാണ്. അത്രയേ അതിൻ്റെ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് ഈ വാക്ക് അവസാനം വെച്ച് പിടിപ്പിച്ച് ചിന്തിക്കുന്നവർക്ക് എന്നെ ഏത് രൂപത്തിൽ ഉപാസിച്ചാൽ അതായിട്ട് മാറും. കാരണം നമ്മൾ ശ്രീഹരിയാണെങ്കിൽ കല്ലിൻ്റെ ഉള്ളിൽ ഏറ്റവും സൂക്ഷ്മത്തിൽ സൂക്ഷ്മവുമാകാം, പ്രപഞ്ചം മുഴുവനും വ്യാപിക്കുക എല്ലാ രൂപത്തിലും ആകാം. 33 എന്നെ ഉപാസിക്കുന്നവന് മുൻപ് പറഞ്ഞ സിദ്ധികൾ തടസ്സങ്ങളാണെന്ന് പറയുന്നുണ്ട്. എന്നെ ഉപാസിക്കുന്നതിന് മുൻപ് പറഞ്ഞ സിദ്ധികൾ തടസ്സമാകുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ തന്നെ പറയുന്നു, ഈ സിദ്ധികൾ എന്നെ പ്രാപിക്കുന്നതിനുള്ള കാലക്ഷേപത്തിന് കാരണമായി തീരുന്നു. ഇങ്ങനെ വേണ്ടാതെല്ലാം ചിന്തിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ പ്രാപിക്കാൻ പറ്റില്ല. നമ്മൾ ശ്വാസത്തെ വലിച്ചിട്ട് ബ്രഹ്മരന്ധ്രത്തിൽ വെക്കുന്നതിന് പകരം ശ്വാസത്തെ എടുത്തുകൊണ്ട് വേറെ വല്ലവൻ്റെ ശരീരത്തിലും കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം കിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്, വേണ്ടാതെയൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല, എന്നെ പ്രാപിക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും എല്ലാം ഇതേമാതിരി തപസ് ചെയ്യുമ്പോൾ യോഗയിലൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധ ബ്രഹ്മരന്ധ്രത്തിൽ ശ്രീഹരിയുമായി ചേർക്കുക എന്ന ചിന്തയിലേ പോകാൻ പാടുള്ളൂ. വേറെ വഴിക്ക് പോയി ഇങ്ങനെ പല ഭാഗത്തായിട്ട് മാറും. പക്ഷേ എന്നെ പല രൂപത്തിൽ സങ്കല്പിച്ചിട്ട് ചെയ്യാം. അല്ലാതെ ശ്വാസം വലിച്ച് വല്ലവൻ്റെ ശരീരത്തിലോ തെങ്ങിൻ്റെ മണ്ടയിലോ കൊണ്ടാക്കിയിട്ട് വേറൊരു കാര്യവും ഇല്ല. 34 ജന്മം, മരുന്ന്, തപസ്, മന്ത്രം ഇവകളാൽ എന്തെല്ലാം സിദ്ധികൾ ലഭിക്കുമോ അവയെല്ലാം മുമ്പ് പറഞ്ഞതിലൂടെ ശ്രദ്ധിക്കും. അങ്ങനെ മരുന്നിലൂടെ ലഭിക്കുന്ന സിദ്ധി, മരുന്നിലൂടെ ലഭിക്കുന്ന സിദ്ധി എന്താണ്? രോഗം മാറുക. ഇപ്പോൾ രോഗം മാറണ്ടെങ്കിലും ഈ തരത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ യോഗാഭ്യാസത്തിലൂടെയെല്ലാം രോഗം മാറ്റിയെടുക്കാം. അപ്പം ജന്മത്തിലൂടെ, മരുന്നിലൂടെ, തപസ്സിലൂടെ, മന്ത്രത്തിലൂടെ നേടുന്നതെല്ലാം ഈ പറഞ്ഞ യോഗവിദ്യയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാം. യോഗം വഴി ലഭിക്കുന്ന ഈ സിദ്ധികൾ മറ്റ് സാധനകളിലൂടെ ലഭിക്കില്ല. അപ്പം യോഗയിലൂടെ ലഭിക്കുന്ന ഈ സിദ്ധികൾ മറ്റുള്ള വഴിയിലൂടെ ഒന്നും സിദ്ധിക്കുകയില്ല. ഉദാഹരണമായിട്ട് ബ്രഹ്മസാക്ഷാത്കാരം യോഗയിലൂടെ മാത്രമാണ് സിദ്ധിക്കുക. യോഗയിലൂടെയല്ല, ഈ വഴിയിലൂടെയെല്ലാം തന്നെയാണ് ഭക്തിമാർഗം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പുറമേയുള്ള സിദ്ധികളെല്ലാം ഇവിടെ കുറച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ശ്വാസത്തെ എടുത്ത് വേറെ ആളെ ശരീരത്തിൽ വെക്കാം, രോഗം മാറ്റാം. ഈ രോഗമെല്ലാം മാറ്റണമെങ്കിൽ ഭക്തിമാർഗത്തിലൂടെ അധികം പറ്റില്ല, യോഗാഭ്യാസം തന്നെ ചെയ്യണം. ഇത് യോഗാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മഹത്വമാണ് പറയുന്നത്. അപ്പോൾ ഈ യോഗാഭ്യാസത്തിലൂടെ രോഗങ്ങൾ മാറ്റാം, പല ഗുണങ്ങളും നേടിയെടുക്കാം. ശരീരം പുഷ്ടിപ്പെടുത്താം, ബുദ്ധി വർദ്ധിപ്പിക്കുക, എന്ത് വേണ്ടിയെങ്കിലും യോഗാഭ്യാസത്തിലൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ച കിട്ടും. ശബ്ദം ദൂരെയുള്ള കേൾക്കാനുള്ള കഴിവെല്ലാം യോഗാഭ്യാസത്തിലൂടെ കുറേയെല്ലാം ഉണ്ടാക്കി എടുക്കാം. അത് മറ്റുള്ള മരുന്നുകളുടെ ഒന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. അത്രയും കഴിവുണ്ട് യോഗ പ്രാക്ടീസിന്. ഇനി 35 എന്നിട്ട് ഉപസംഹരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ സകല സിദ്ധിക്കും കാരണഭൂതനാണ്. ഇതെല്ലാം എന്നിലൂടെയാണ് സാധിക്കുന്നത്. ഞാൻ രക്ഷകനാണ്, സ്വാമിയാണ്,
മോക്ഷം നൽകുന്നവനാണ്, മോക്ഷം നൽകുന്ന ജ്ഞാനമാണ്, മോക്ഷം നൽകുന്ന ധർമ്മമാണ്. ഇവ ഉപദേശിക്കുന്ന വേദങ്ങളെല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറയുകയാണ്. എൻ്റെ 36 ഞാൻ സകല പ്രാണികൾക്കും അന്തരാമിയാണ്, ആയതിനാൽ ആത്മാവും ഞാൻ തന്നെയാണ്. ഞാൻ സർവവ്യാപിയാണ്, ആയതുകൊണ്ട് സകല ഭൂതങ്ങളിലും അകത്തും പുറത്തും എല്ലാം വ്യാപിച്ചിരിക്കുന്നത് ഞാനാണ്. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ എന്നിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളും അതെല്ലാം തന്നെ ആകും. അത് ഏതിലൂടെ സാധിപ്പിച്ചെടുക്കാം? യോഗാഭ്യാസത്തിലൂടെ സാധിപ്പിച്ചെടുക്കാം. അതിന് പുറമെ കുറേ ഗുണങ്ങളെല്ലാം, ശരീരം ശക്തിപ്പെടുത്തുക, ബുദ്ധി വർദ്ധിപ്പിക്കുക, ഇങ്ങനെയെല്ലാം ചില കാര്യങ്ങളെല്ലാം യോഗാഭ്യാസത്തിലൂടെ സ്പെഷ്യലായിട്ടും നേടിയെടുക്കാൻ പറ്റും.